83-ാം വയസ്സിൽ കുട്ടികളെ പഠിപ്പിക്കാൻ ഇറങ്ങിയ തിരുവനന്തപുരം തൃക്കണ്ണാപുരം സ്വദേശി ഭാസ്കറിനെ പറ്റിയാണ് ഇനി നമുക്ക് പറയാനുള്ളത്. കൃഷിയുടെ അടിസ്ഥാന പാഠങ്ങൾ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് കണ്ടു നിൽക്കുന്നവരോട് ഇദ്ദേഹം പറയുന്നത്. പാടത്ത് കൃഷി ചെയ്ത ശേഷമാണ് കർഷകനായ ഭാസ്കരൻ സ്കൂളിലേക്ക് പോകുന്നത്. മഴ തോർന്നെങ്കിലും ആൻലിയയുടെ സംശയം മാറിയില്ല. ഇന്നിനി വരാതിരിക്കുമോ? എത്ര മഴയും വെയിലും കൊണ്ടതാ, അങ്ങനെ അങ്ങ് വരാതിരിക്കാൻ പറ്റുമോ? ഭസ്മക്കുറി വേണ്ട, ഹെൽമറ്റ് വേണ്ട, മുഖംമൂടി വേണ്ട, കണ്ണട വേണ്ട, കണ്ണട വേണ്ട. മറ്റാഗ്രഹങ്ങൾക്ക് മേലെ കൃഷി നട്ടു നനച്ചയാൾ. 83-ാം വയസ്സിലും മണ്ണിന് കാവലായി ഭാസ്കരൻ തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തുണ്ട്. ഉറച്ച ചുവടുകൾ, താങ്ങിക്കയറാൻ ഒപ്പം നിന്ന പേശികൾ മനസ്സുപോലെ ഇന്നും എന്തിനും തയ്യാറാണ്. കൃഷി എന്നാൽ ഭാസ്കരന് അത് ഇഷ്ടത്തോടെ പിന്തുടരുന്ന ഒന്നാണ്. അതെത്ര ആവർത്തി ചോദിച്ചാലും അങ്ങനെ തന്നെയാണ്. ഒരു പ്രയാസമല്ല, ഇതൊരു ഹോബിയാണ്. എനിക്ക് ഒരു ഹോബിയാണ് കൃഷി, ഒരു ഹോബി. ഒരിക്കലും മടുപ്പ് വരുന്നില്ല കൃഷിയിൽ. അതാണ് ഒരു ശക്തി. ഹോബിയാണോ ഉപജീവനമാണോ? അല്ല, ഹോബി. വന്ന് ഉപജീവനം ഉണ്ട് എങ്കിലും ഹോബി. 12 വയസ്സിൽ അപ്പൂപ്പൻ്റെ കൂടെ നടന്നാണ് കൃഷി പഠിച്ചത്. പഠിത്തത്തിന് മോശമാണ് കൃഷി എന്ന ഇഷ്ടം. എനിക്ക് കൃഷി കൊണ്ട് മുന്നേറണം, മരണം വരെ ചെയ്യണം. എനിക്ക് പഠനത്തിൽ മോശമായ ആൾ ഇന്ന് അധ്യാപകനാണ്. ഞാൻ ഇവിടെ പച്ചക്കറി നടാൻ പോകുന്നത് 5 വെറൈറ്റി 10 മൂട് നടയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വളപ്രയോഗം, പിന്നെ കീടങ്ങളെ നോക്കുന്നത്, ഇതെല്ലാം വിശദീകരിച്ച് പറഞ്ഞു തരാം. ആദ്യമായിട്ട് ഇനിയിപ്പോൾ ഒരു കിളയിൽ കളിക്കണം. അപ്പൂപ്പ എന്നെ കാത്തിരിക്കും. കൃഷി ചെയ്യാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പൂപ്പ എല്ലാം പറഞ്ഞു തരും. രാവിലെ എണീറ്റ് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇന്ന് രാവിലെ ഞാൻ മുളക് തൈ നട്ടു എൻ്റെ വീട്ടിൻ്റെ സൈഡിൽ. പാഠപുസ്തകങ്ങളിലെ ചിത്രങ്ങൾക്ക് പുറത്ത് സ്വന്തം നാട്ടുകാരനായ കർഷകനെ കാട്ടിക്കൊടുക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് അധ്യാപകർ. ഏകദേശം ഒരു 8:30 മണിക്ക് തന്നെ കുട്ടികളെത്തും. രാവിലെ തന്നെ കുട്ടികൾ ചെടി പരിപാലിക്കുകയും വെള്ളം ഒഴിക്കുകയും തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർക്ക് വളരെ സന്തോഷമാണ്. കുട്ടികൾക്ക് വീട്ടിലും അതുപോലെ അവർ കൃഷി ചെയ്യാനായിട്ട് അവർക്കൊരു പ്രോത്സാഹനം നൽകുന്നുണ്ട്. ജീവിതത്തിൻ്റെ രസങ്ങളെല്ലാം മണ്ണിൽ അലിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ടാണ് അയാൾക്ക് മണ്ണല്ലാതെ മറ്റൊന്നും വേണ്ടാത്തത്. ഇയർഫോൺ വേണ്ട, ഫോൺ വേണ്ട, എന്തൊക്കെ ഇല്ലെങ്കിലും നല്ലൊരു മനസ്സ് മാത്രം മതി. പണി അവസാനിപ്പിക്കാം, നമുക്ക് പണി അവസാനിപ്പിക്കാം. എത്ര പണി ചെയ്താലും മടുക്കാത്ത വ്യക്തിയാണ് അല്ലേ? സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പേര് വിളിക്കുമല്ലോ സ്വന്തമായിട്ട്. എന്താ മിന്നൽ കിസാൻ. മിന്നൽ കിസാൻ എന്നാണ് സ്വയം സന്തോഷത്തോടെ വിശേഷിപ്പിക്കുന്നത്. ഈ ചെയ്യുന്ന കഠിനാധ്വാനത്തിനൊക്കെയുള്ള പേര് അത് ഹോബി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും കുഞ്ഞു മനസ്സുകളിൽ ഈ കൃഷിയുടെ തൈകൾ നട്ടുപിടിപ്പിച്ച് ഈ വൃദ്ധൻ ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. പ്രേം ശശിക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.